ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? ഇന്ന് ഞാൻ കുറച്ച് കടങ്കഥ പറയാനാട്ടോ പോണത്. ഇപ്പോൾ കലോത്സവത്തിൻ്റെയൊക്കെ കാലമല്ലേ, അപ്പോൾ സ്കൂളുകളിലൊക്കെ കടങ്കഥയുടെ മത്സരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പലരും കടങ്കഥ പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കുക, പാരൻസ് ആയാലും ടീച്ചേഴ്സൊക്കെ വിളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയെന്നാൽ എല്ലാവർക്കും ഉപകാരമാവുമല്ലോ വിചാരിച്ചിട്ട് കുറച്ച് കടങ്കഥ പറയാമെന്ന് വിചാരിക്കുകയാണേ. ഈ കടങ്കഥ ശരിക്ക് ഇനിയിപ്പോൾ മത്സരത്തിനൊന്നും അല്ലെങ്കിലും കുട്ടികളൊക്കെ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കടങ്കഥ പറയുക കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധി വികസിക്കും, ഭാഷാശുദ്ധി ഉണ്ടാവും, അതുപോലെ തന്നെ സർഗാത്മക ചിന്തകൾ വികസിക്കും. ഇതിനൊക്കെ കടങ്കഥ പറയണതും കേൾക്കണതും ഒക്കെ നല്ലതാണ്. അപ്പോൾ പാരൻസും ഗ്രാൻഡ് പാരൻസും ഒക്കെ ഇത് കുട്ടികളെ പരമാവധി കേൾപ്പിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ ഞാൻ തുടങ്ങുകയാണേ, കടങ്കഥ കേട്ടോളൂ. മുറ്റത്തെ ചെപ്പിനടപ്പില്ല, ഉത്തരം കിണർ. ഞെട്ടില്ല വട്ടയില, ഉത്തരം പപ്പടം. കാള കിടക്കും കയറോടും, ഉത്തരം മത്തൻവള്ളി. അമ്മ കിടക്കും മകളോടും, ഉത്തരം അമ്മിയും അമ്മിക്കുട്ടിയും. ഒരു കുപ്പിയില് 2 എണ്ണ, ഉത്തരം കോഴിമുട്ട. ഏത് മുട്ടയാണെങ്കിലും പറയാം, അങ്ങനെ കൂട്ടി പറയാം, കുഴപ്പമില്ല കേട്ടോ. ഉറക്കമുണ്ട് കണ്ണടക്കില്ല, ഉത്തരം മീന്. ഒരാളെ ഏറ്റാൻ 4 ആള്, ഉത്തരം കട്ടില്. അടി കിണ്ണം തല കാട്, ഉത്തരം ചേന. അടി കിണ്ണം നടുവടി തല പന്തൽ, അതിൻ്റെ ഉത്തരം ചേന എന്ന് തന്നെയാണ്. 1000 തിരിയിട്ട പൊൻവിളക്ക് അന്തിയായപ്പോൾ പൊലിഞ്ഞുപോയി, ഉത്തരം സൂര്യൻ. ആദ്യം ഒരു കുന്തം, പിന്നെ ഒരു കുഴൽ, പിന്നെ ഒരു പായ, വാഴയില. ഒരു തൊഴുത്തിൽ 32 വെള്ളക്കാള, പല്ല്. ഒരമ്മ പെറ്റതെല്ലാം വെള്ളപ്പട്ടാളം, ചിതല്. ഇപ്പം ഇത്രയും പഠിക്കൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വേറെ കുറച്ചെണ്ണം പഠിക്കാം. എല്ലാവരും പഠിക്കണേ. സ്നേഹപൂർവ്വം, കൃഷ്ണ ടീച്ചർ.